നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ശോചനീയാവസ്ഥയിലായ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ നാട്ടിക MLA CC മുകുന്ദന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ചു. പെരുമ്പള്ളിശ്ശേരി സെന്ററിൽ ഗതാഗത കുരുക്ക് മുറുക്കി പുതിയ പരിഷ്കാരം. പാറളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വകുപ്പിന്റെയും വിജിലൻസ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. ചേർപ്പ് സെന്റ് ആന്റണീസ് ഇടവകയിൽ വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ചേർപ്പ് പഞ്ചായത്ത് BJP ഊരകം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശങ്ങളിൽ BJP ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് സന്ദർശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ശോചനീയാവസ്ഥയിലായ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ നാട്ടിക നിയോജക മണ്ഡലം MLA ആസ്തി വികസന ഫണ്ട് 2024-25 നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ചതായി CC മുകുന്ദൻ MLA അറിയിച്ചു. ശോചനീയാവസ്ഥയിലുള്ള നിലവിലുള്ള കൃഷിഭവൻ കെട്ടിടം MLA സന്ദർശിച്ചു. കൃഷിഭവന്റെ നിലവിലുള്ള കെട്ടിടം 1 വർഷം മുമ്പൊഴിഞ്ഞ ഗ്രാമപഞ്ചായത്തിന്റെ വ്യവസായ കെട്ടിടത്തിലാണ് സൗകര്യക്കുറവോടെ നിലവിൽ കൃഷിഭവൻ പ്രവർത്തിച്ചു വരുന്നത്. MLAയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം KA പ്രദീപ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ലിഷ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ധന്യ എന്നിവരുമുണ്ടായിരുന്നു. തകരാറിലായ കെട്ടിടം നിർമ്മിക്കണമെന്നത് നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു. കൃഷിഭവന്റെ നിർമ്മാണ നടപടികൾ വേഗത്തിൽ ആരംഭിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നിർദ്ദേശം നൽകിയതായും MLA കൂട്ടിച്ചേർത്തു. പെരുമ്പള്ളിശ്ശേരി സെന്ററിൽ ഗതാഗത കുരുക്ക് മുറുക്കി പുതിയ പരിഷ്കാരം. പൂച്ചിന്നിപ്പാടം മുതൽ ഊരകം വരെ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള ഗതാഗത ക്രമീകരണം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം പുനഃക്രമീകരിച്ചതോടെയാണ് കുരുക്ക് മുറുകിയത്. തൃശൂരിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പൂച്ചിന്നിപ്പാടം വഴിയും കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള വാഹനങ്ങൾ ഊരകം ചേർപ്പ് വഴിയുമാണ് തിരിച്ചുവിട്ടിരുന്നത്. എന്നാൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ചേർപ്പ് വഴിയും തൃശൂരിൽ നിന്നുള്ള വാഹനങ്ങൾ പൂച്ചിന്നിപ്പാടം വഴിയും തിരിച്ചുവിട്ടു. നാളുകളായി വലിയ ഗതാഗത കുരുക്ക് ഉള്ള പെരുമ്പള്ളിശ്ശേരി സെന്ററിൽ പുതിയ ക്രമീകരണം വന്നതോടെ ഗതാഗത തടസ്സം വർദ്ധിച്ചു. ഗതാഗതം നിയന്ത്രിക്കാൻ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഫലമില്ല. ബസ് ജീവനക്കാർ ഇടപെട്ടാണ് ഗതാഗതക്കുരുക്ക് അഴിക്കുന്നത്. ഇത് പലപ്പോഴും സംഘർഷത്തിന് കാരണമാകുന്നു. രാവിലെ 8 മുതൽ 10 വരെയും വൈകിട്ട് 3 മുതൽ 6 വരെയുമാണ് വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. ട്രാഫിക് നിയന്ത്രിക്കുവാൻ പോലീസിനെ നിയോഗിച്ചാൽ ഇവ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. പാറളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വകുപ്പിന്റെയും വിജിലൻസ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ വിവിധ സ്ഥാപനങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലും പരിശോധന നടത്തി. പരിശോധനയുടെ ഭാഗമായി നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസും ഫൈൻ ഉൾപ്പെടെയുള്ള നടപടികളും സ്വീകരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഊർമിള ഉണ്ണി, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് സുസ്മി ജോസ്, ജിസ്മി വിനീത, ആശാപ്രവർത്തകരായ ത്രേസ്യാമ എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു.
ചേർപ്പ് സെന്റ് ആന്റണീസ് ഇടവകയിൽ വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. കൊടിയേറ്റം ഫാദർ ജോസ് പെരിഞ്ചേരി നിർവഹിച്ചു. ഊട്ടുതിരുനാൾ ജൂലൈ 27, 28 തീയതികളിലാണ് നടക്കുന്നത്. 28 രാവിലെ 10 ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ ജോഷി കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ഊട്ടുതിരുനാൾ നടക്കും. ചേർപ്പ് പഞ്ചായത്ത് BJP ഊരകം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എട്ടുമന അംബേദ്കർ കോളനിയിലെ വെള്ളക്കെട്ട് നേരിടുന്ന വീടുകളിൽ BJP ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് സന്ദർശനം നടത്തി. മാറി മാറി വരുന്ന ഗവൺമെന്റുകളും പഞ്ചായത്ത് അധികാരികളും ചെറിയ ഫണ്ടുകൾ നൽകി താൽക്കാലികമായി എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തു പോകുമെന്നല്ലാതെ ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ശാശ്വത പരിഹാരം തീർക്കാൻ ഒരിക്കലും തയ്യാറാകുന്നില്ലെന്നും ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നൽകാൻ കേന്ദ്രമന്ത്രിയും MP-യുമായ സുരേഷ് ഗോപിയുമായി അറിയിച്ച് എങ്ങനെയൊക്കെ ശാസ്ത്രീയമായി ഇതിന്റെ വശങ്ങൾ പഠിച്ച് ശാശ്വതമായ വിഷയത്തിൽ പരിഹരിക്കുവാനുള്ള നടപടികൾ എടുക്കുമെന്ന് BJP ജില്ലാ സെക്രട്ടറി ലോചനൻ അറിയിച്ചു. നമ്മുടെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികാരികളും ഒരുപക്ഷെ നേരത്തെ സുനിച്ചേട്ടൻ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ഫണ്ടുകളൊക്കെ നൽകി താൽക്കാലികമായി എന്തെങ്കിലും ചെയ്തു പോകുന്നല്ലാതെ ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ വിഷയങ്ങൾ അവസാനിപ്പിക്കാൻ ശാശ്വതമായൊരു പരിഹാരം ഒരിക്കലും തയ്യാറാവാറില്ല. തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി അക്കാര്യത്തിൽ ശക്തമായി ഇടപെടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്. ഈ ജനവിഭാഗങ്ങൾ മഴ വരുമ്പോൾ ഒരു 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ വീട് മാറിപ്പോകേണ്ട അവസ്ഥ. ഇപ്പോൾ ഇവിടെ വന്ന് കാണുമ്പോൾ വന്ധ്യവയോധികരായിട്ടുള്ള നമ്മുടെ അച്ഛനമ്മമാരെ ഉൾപ്പെടെ വലിയ ഇപ്പോൾ ഒന്നാമത് രോഗങ്ങൾ പടരുന്നൊക്കെ സമയമാണ്. വലിയ അവസ്ഥ വളരെ മോശമായ രീതിയിലേക്ക് ആ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അംബേദ്കർ കോളനി മാത്രം ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ചേർപ്പ് ഉൾപ്പെടെയുള്ള മണ്ഡലത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതുപോലെ വെള്ളക്കെട്ട് നേരിടുന്ന ഭീഷണികളൊക്കെ തീർച്ചയായും അതിന് ശാശ്വതമായൊരു പരിഹാരം നേടുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ MP ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപിക്ക് ഇതിന് നിവേദനം കൊടുത്ത് എങ്ങനെയൊക്കെ ഇതിനൊരു വെറുതെ പറഞ്ഞു പോകുന്നതല്ല, ശാസ്ത്രീയമായി ഇതിൻ്റെ വശങ്ങൾ പഠിച്ച് ഇതിൻ്റെ ശാശ്വതമായ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇടപെടലും നമ്മുടെ ഭാഗത്തുണ്ടാവും എന്നാണ് സൂചിപ്പിക്കുന്നത്. MLA ആയിട്ടും MP ആയിട്ടും പലരും ഇവിടെ വന്ന് സംസാരിച്ച് വാഗ്ദാനം കൊടുത്തു പോയിന്നല്ലാതെ കണ്ട് കാതലായിട്ട് ഈ വിഷയത്തിനൊരു പരിഹാരം കാണാൻ ഇന്ന് വരെ കൊണ്ട് ആരെ കൊണ്ട് സാധിച്ചിട്ടില്ല. BJP എല്ലാ കാലവും ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇതിനൊരു പരിഹാരം കാണി ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കുക. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു സാഹചര്യം വന്നിരിക്കുകയാണെന്നൊരു MP നമുക്ക് ഇവിടെ ഉണ്ട് സ്വന്തമായിട്ട്. അദ്ദേഹത്തിനോട് നമ്മൾ ഇതിൻ്റെ ഗൗരവം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇത് എത്രയും വേഗം തന്നെ ഇവരെ ഈ ദുരിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി വെള്ളം പോലും അംബേദ്കർ കോളനിയിലേക്ക് കരുവന്നൂർ പുഴയിൽ നിന്ന് വരാത്ത രീതിയിൽ ഇതിൻ്റെ റിവർ പ്രൊട്ടക്ഷൻ ബണ്ട് സ്ഥാപിച്ചുകൊണ്ട് ഇവരെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ജില്ലാ നേതൃത്വത്തിന് ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി സുനിൽ CS, ചേർപ്പ് ഏരിയ പ്രസിഡന്റ് വിജയൻ ഊരകം, ഏരിയ ജനറൽ സെക്രട്ടറി ബിജോയ് രഞ്ജു, അനിത സുരേഷ്, വാർഡ് മെമ്പർ കൃഷ്ണകുമാർ, സന്തോഷ്, ബിനീഷ് എന്നിവർ നേതൃത്വം നൽകി. ഹർബർട്ട് കനാൽ കള്ളഷാപ്പിന് സമീപം ചേർപ്പ് തൃപ്രയാർ റോഡിലേക്ക് മാവ് കടപുഴകി വീണ് മണിക്കൂറുകൾ ഗതാഗതം തടസ്സപ്പെട്ടു. വ്യാഴാഴ്ച രാത്രി 9:45 സംഭവം. ആർക്കും പരിക്കില്ല. കരിവന്നൂർ, ചിറക്കൽ എന്നീ KSEB സെക്ഷനുകളുടെ അതിർത്തിയായതിനാൽ ആശയക്കുഴപ്പം മൂലം കുറച്ചുനേരം പണികൾ നീണ്ടു. തൃപ്രയാർ തൃശൂർ ഭാഗത്തു നിന്നും അഗ്നിരക്ഷാസേന എത്തിയെങ്കിലും വലിയ മരം മുറിക്കാൻ പറ്റിയ ഉപകരണങ്ങൾ ഇല്ലെന്ന കാരണത്താൽ 3/4 മണിക്കൂറിന് ശേഷമാണ് മരമുറി തുടങ്ങിയത്. 9:45 മുതൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇതുവഴി വന്ന ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കരിവന്നൂർ, ചിറക്കൽ കൂടി തിരിച്ചുവിട്ടു. ചേർപ്പ് പഞ്ചായത്ത് അംഗം നസീജ മുത്തലിഫിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ സ്ഥലത്തെത്തി. ക്രെയിനും മരം മുറിക്കാരനുമെത്തി മരം മുറി രാത്രിയിലും തുടർന്നു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രാമചേതന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വായനാ മാസാചരണ ഭാഗമായി സംഘടിപ്പിച്ച മത്സരങ്ങളുടെ സമ്മാന വിതരണം നടത്തി. പരിപാടി സംവിധായകൻ MV ജീവൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VH ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. സുധീഷ് അഞ്ചേരി മുഖ്യ അതിഥിയായി. വായനോത്സവത്തിൽ വിജയികളായവർക്ക് ഗ്രാമചേതന ചാരിറ്റബിൾ സൊസൈറ്റി പുസ്തകങ്ങൾ സമ്മാനിച്ചു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ യാത്രാ വിതരണ പതിപ്പ് ചടങ്ങിൽ പ്രകാശനം ചെയ്തു. പ്രധാന അധ്യാപകൻ CS രാജു, ഗ്രാമചേതന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാരവാഹികളായ സായി പ്രമോദ്, പ്രതീഷ് NG രഞ്ജിനി, ജോബിൻ പാർപ്പുള്ളി, ജിൻസി ജോബിൻ, ശ്യാം, സീനിയർ അധ്യാപിക CB നന്ദിനി എന്നിവർ സംസാരിച്ചു.
ഊരകം സഞ്ജീവനം സമിതിയുടെ നേതൃത്വത്തിൽ CNN സ്കൂൾ മുൻ മാനേജരും സഞ്ജീവനി സമിതി പ്രസിഡന്റുമായിരുന്ന ES മേനോന്റെ വിയോഗത്തിൽ ചേർപ്പിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. CNN സ്കൂൾ മാനേജർ അച്യുതൻ അധ്യക്ഷത വഹിച്ചു. പെരുവനം കുട്ടന്മാരാർ, പെരുവനം സതീശന്മാരാർ, PN ഈശ്വരൻ, സഞ്ജീവനി സമിതി സെക്രട്ടറി KP ഗോപാലകൃഷ്ണൻ, നാരായണൻകുട്ടി, CNN ഹൈസ്കൂൾ പ്രിൻസിപ്പൽ KB അജോഷ്, CNN ബോയ്സ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ രജനി, CNN ഗേൾസ് ഹൈസ്കൂൾ HM EP ഉണ്ണികൃഷ്ണൻ, CNN ഗേൾസ് LP സ്കൂൾ പ്രധാന അധ്യാപകൻ AR രാജീവ് കുമാർ, CNN ബോയ്സ് LP സ്കൂൾ പ്രധാന അധ്യാപകൻ KK ഗിരീഷ് കുമാർ, ശ്രീശങ്കര ശിശുവിദ്യാമന്ദിരം HM രാഗി ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു. അവരുടെ അപ്പൂപ്പനാണ്. എന്നെയൊക്കെ മാഷെന്ന് വിളിക്കും, അതുപോലെ പ്രായമുണ്ടെങ്കിലും. പക്ഷെ ആ ഒരു പേര് കുട്ടികൾ അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ ES മേനോനിൽ നിന്ന് അവർക്ക് പലതും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അപ്പൂപ്പൻ എന്നുള്ളൊരു സ്ഥാനത്ത് നിർത്തി അങ്ങനെ തന്നെയാണ് അവർ വിളിക്കുക. അങ്ങനെ ആ കുട്ടികളുടെ അവരുടെ ഒരു അവർക്ക് ES മേനോൻ എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹമാണ്, ഒരു വാത്സല്യമാണ്, അല്ലെങ്കിൽ അവർക്കൊരു അഭയമാണ്. അവരുടെ ഞങ്ങൾക്ക് ആരും ഇല്ലാത്തവരാണെന്നൊരു തോന്നൽ അവർക്ക് ഇല്ലാതിരിക്കാൻ ESന് സാധിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഒക്ടോബർ 2 ആ ട്രസ്റ്റുകളുടെ ഒരു യോഗം കൂടാറുണ്ട്. ട്രസ്റ്റുകൾ എങ്ങനെ പ്രവർത്തിക്കണം, എന്തൊക്കെ മുൻകരുതലുകൾ വേണം, ജാഗ്രതകൾ വേണം എന്നൊക്കെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും വേണ്ടിയിട്ടുള്ളതായിരുന്നു ആ യോഗങ്ങൾ. ആ യോഗങ്ങളിൽ സഞ്ജീവനി സമിതിയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുമ്പോൾ സത്യത്തിൽ വലിയ അഭിമാനം തോന്നിയിട്ടുണ്ട്. അക്കൗണ്ട്സിൻ്റെ കാര്യത്തിലൊക്കെ ഇത്ര പെർഫെക്റ്റായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മികവ് ഒരു 30 വർഷം മുൻപ് തൊട്ടേ സഞ്ജീവനി സമിതി ആർജിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രീ ES മേനോന്റെ സാമർഥ്യം കൊണ്ടായിരുന്നു, കഴിവ് കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. ഊരകം CMS LP സ്കൂളിൽ നടന്നു വന്നിരുന്ന വായനാ മാസാചരണം സമാപിച്ചു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് കമ്മിറ്റി അംഗം MK വിലാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഊരകം HH രവിവർമ്മ വായനശാലയും സ്കൂളും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വായനശാലയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും നടത്തുകയും വിജയികളായവർക്ക് പരിപാടിയിൽ വായനശാല പ്രസിഡന്റ് സിബിൻ T ചന്ദ്രൻ സമ്മാനം വിതരണം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപിക ലീമോൾ C വർഗീസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ അധ്യാപിക സ്മിജ ജോസ്, VV സുബ്രഹ്മണ്യൻ, PTA പ്രസിഡന്റ് സിജോ പിടിയത്ത് എന്നിവർ സംസാരിച്ചു. കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും അതിശക്തമായ ഒരു കാറ്റടിച്ചു. കരിയില കരഞ്ഞു. കാറ്റടിക്കുമ്പോൾ കരിയില പറന്നു പോകുമല്ലോ, അതുകൊണ്ട് മണ്ണാങ്കട്ടയ്ക്കും ഒരു ബുദ്ധി തോന്നി. മണ്ണാങ്കട്ട വേഗം കരിയിലേന്റെ മേത്ത് കയറിയിരുന്നു. കാറ്റെല്ലാം മാറി അവർ വീണ്ടും യാത്ര തുടങ്ങി. പെട്ടെന്നാണ് ഒരു അതിശക്തമായ ഒരു കാറ്റും മരയും അടിച്ചത്. മണ്ണാങ്കട്ടയും കരിയിലയും കരഞ്ഞു. കാറ്റും മരയും ഒരുമിച്ചടിക്കുമ്പോൾ അവർ രണ്ടുപേരും മണ്ണാങ്കട്ട അലിഞ്ഞും പോവും, കരിയില പറന്നും പോവും. ഊരകം HH രവിവർമ്മ വായനശാലയുടെ നേതൃത്വത്തിൽ സൺഡേ മിറർ നാടകാവതരണങ്ങൾ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ലഘുനാടകമായ വയസ്സന്മാർ, കെടാവിളക്ക് എന്നീ നാടകങ്ങൾ രംഗത്ത് അവതരിപ്പിച്ചു. വായനശാല സെക്രട്ടറി സുലജ സദൻ, ലൈബ്രറിയൻ ഗോപകുമാർ, കമ്മിറ്റി അംഗങ്ങളായ വത്സൻ കതിരപ്പള്ളി, രാജേഷ് MR, ഡിബിൻ മഞ്ഞളി, അഭിലാഷ് K ശശി എന്നിവർ നേതൃത്വം നൽകി. അർജുൻ പാണ്ഡ്യൻ തൃശൂർ ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. വെള്ളിയാഴ്ച രാവിലെ 10 സിവിൽ സ്റ്റേഷനിലെത്തിയ കളക്ടറെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, മറ്റ് ജീവനക്കാർ ചേർന്ന് സ്വീകരിച്ചു. കളക്ടറായിരുന്ന VR കൃഷ്ണതേജ ഇന്റർസ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം. തൃശൂർ ജില്ലാ കളക്ടർ പദവി അംഗീകാരമായി കാണുന്നതായി കളക്ടർ പറഞ്ഞു. ആദ്യമായി തന്നെ തൃശ്ശൂർ ജില്ലാ കളക്ടറായി പ്രവർത്തിക്കാൻ ലഭിച്ച അവസരം തന്നെ വലിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. അതിന് ജോയിൻ ചെയ്യുമ്പം വളരെ സന്തോഷവും പ്രതീക്ഷയുണ്ട് ഒരുപാട്. അപ്പം ജില്ലയിലെ പ്രത്യേകിച്ച് ഇന്ന് ജോയിൻ ചെയ്തുകൊണ്ട് ജില്ലയിലെ ആവശ്യങ്ങളും എന്തൊക്കെയാണ് ഇവിടുത്തെ സാധ്യതകളും കൂടുതലായിട്ട് പഠിച്ചിട്ട് നമ്മുടെ നല്ലൊരു വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കാനുണ്ട്. കൂടാതെ തന്നെ ഇവിടുത്തെ സമഗ്ര വികസനമായിട്ട് ബന്ധപ്പെട്ട്
എല്ലാ കാര്യങ്ങളിലും നല്ലൊരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം. കൂടാതെ തന്നെ നമ്മുടെ സുതാര്യമായിട്ടുള്ള ഒരു ജില്ലാ ഭരണ സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് അവർക്ക് വേണ്ട സേവനങ്ങൾ സമയബന്ധിതമായും കൃത്യമായിട്ടും ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. ഇത് മുമ്പുള്ള കളക്ടേഴ്സിന് കൊടുത്ത പോലത്തെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എനിക്കും ലഭ്യമാകണം എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്. ജില്ലയുടെ ആവശ്യങ്ങളും സാധ്യതകളും വിശദമായി പഠിച്ചിട്ടുള്ള ഇടപെടലുകൾ നടത്തും. പൊതുജനങ്ങൾക്ക് സുതാര്യമായും സമയബന്ധിതമായും സേവനങ്ങൾ ലഭ്യമാക്കും. തൃശൂർ പൂരം മികച്ച രീതിയിൽ ഏകോപിപ്പിക്കും. നിലവിൽ കാലവർഷത്തോടനുബന്ധിച്ചുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. സീതാരാമ അനുസ്മരണവും സംഗീത സദസ്സും ജൂലൈ 21-ന് തൃപ്രയാറിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് തൃപ്രയാർ രാധാകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ സീതാദേവി പൂജയും ഭക്തി പ്രഭാഷണങ്ങളും സംഗീത സദസ്സും നടത്തും. വാർത്താസമ്മേളനത്തിൽ മുനി പരമസാര ബിന്ദു, വിനോദ് വളപ്പിൽ, രവീന്ദ്രൻ ആനേശ്വരം എന്നിവർ പങ്കെടുത്തു. 21-ാം തീയതി ആണ് ഈ പ്രോഗ്രാം നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത്. മുനിശ്രീ പരമസാര ബിന്ദു ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. കൂടാതെ പ്രമുഖരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പ്രഭാഷണം നടത്തുന്നുണ്ട്. അതുകൂടാതെ ഈ സീതാശ്രമത്തിൻ്റെ സീതാസ്മൃതിലയം എന്നുള്ള ഒരു ഗാന ട്രൂപ്പുണ്ട്. അവർ ഗാനാർച്ചന നടത്തുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളെയും എല്ലാ നല്ലവരായ എല്ലാവരെയും നമ്മൾ ഈ സീതാശ്രമത്തിൻ്റെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് ആലത്തൂർ സ്വദേശി മൂച്ചിക്കാട് വീട്ടിൽ ഷാഹുൽ ഹമീദിന്റെ മകൻ 25 വയസ്സുള്ള നൌഫലാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന ലോറി ടോൾ ഒഴിവാക്കി പോകുന്നതിനായി ആമ്പല്ലൂർ സെന്ററിൽ നിന്ന് കല്ലൂർ റോഡിലേക്ക് തിരിയുന്നതിനിടെ തൃശൂർ ഭാഗത്തു നിന്ന് വന്ന ബൈക്ക് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ നൌഫലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എറണാകുളത്തെ കൊറിയർ സർവീസിലെ ജീവനക്കാരനാണ് നൌഫൽ. വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6815 രൂപ, പവന് 54,520 രൂപ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ശോചനീയാവസ്ഥയിലായ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ നാട്ടിക MLA CC മുകുന്ദന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ചു. പെരുമ്പള്ളിശ്ശേരി സെന്ററിൽ ഗതാഗത കുരുക്ക് മുറുക്കി പുതിയ പരിഷ്കാരം. പാറളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വകുപ്പിന്റെയും വിജിലൻസ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. ചെയർപേഴ്സൺ സെന്റ് ആന്റണീസ് ഇടവകയിൽ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ചേർപ്പ് പഞ്ചായത്ത് BJP ഊരകം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശങ്ങളിൽ BJP ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് സന്ദർശിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.